ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ അൺബോക്സിംഗ് വീഡിയോ കേട്ടോ. ഇതുണ്ടോ, ഞാനൊരു ക്യാമറ വാങ്ങി. 4G സിമ്മിൽ പ്രവർത്തിക്കുന്ന 360യിൽ ക്യാച്ച് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. എല്ലാ വ്യൂസും 360യിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ക്യാമറ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഒരു സൈഡിലൂടെ വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ 2 ഭാഗങ്ങൾ നമുക്കിത് കവർ ചെയ്ത് പോരും. പിന്നെ ഇതിൽ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, ഹ്യൂമൻ ഡിറ്റക്ഷൻ ഉണ്ട്. ആൾ വരുന്നത് നമുക്ക് ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് അലാറം തരുന്ന സിസ്റ്റം ഉണ്ട്. ആൾ വരുമ്പോൾ ലൈറ്റ് ഓണായിട്ട് അങ്ങനെ തരുന്നുണ്ട്. അലാറം ഫോണിലേക്ക് നമുക്ക് അതിൻ്റെ അലാർട്ട് വരും. ആളെ ഫോട്ടോ അടക്കം നമ്മുടെ ഫോണിലേക്ക് ഇത് വരും. അങ്ങനെ കുറേ ഓപ്ഷനിലെ നല്ലൊരു അടിപൊളി ക്യാമറയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഇത് ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെങ്കിൽ ഞാനിത് ആദ്യം ഒന്ന് പഠിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ചെറിയ തോതിൽ ഒന്ന് അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നമുക്കൊന്ന് കാണിക്കാം ഇതെന്താണെന്നുള്ളത്. ഒരു അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലൊരു മുകളിലൊരു സാധനം ഒരു QR കോഡ് ഉണ്ട്. ഇത് നമുക്ക് ക്യാമറ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു QR കോഡാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇത് ചുമരിൽ പിടിപ്പിക്കാനുള്ള സ്ക്രൂകളാണ് കേട്ടോ. സ്ക്രൂകളുണ്ട്, അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. പിന്നെ ഇതിലുള്ളതൊരു ചാർജറാണ്, 200 വോൾട്ടിൻ്റെ ചാർജറാണ്. ഇതിൻ്റെ തന്നെ CP+ എന്ന സാധനം എൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ അത് പുറത്തെടുക്കണം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറ. ഈ ക്യാമറയിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം എടുത്ത ക്യാമറ നമുക്ക് കണ്ടാൽ ക്യാമറ അടിപൊളി സൂപ്പർ ക്യാമറയാണ്. കുറച്ച് വലിപ്പം കൂടുതലുണ്ടെന്ന് തോന്നിപ്പോകും, പക്ഷെ അത് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് വലിപ്പമായിട്ട് തോന്നില്ല കേട്ടോ. കുറച്ച് മുകളിലൊക്കെ ആകുമ്പോൾ മുകളിലത് തോന്നില്ല. ഇങ്ങനെ കയ്യിലെടുക്കുമ്പം കുറച്ച് വലിപ്പമില്ലാതായി തോന്നും. പക്ഷെ നല്ല ക്യാമറയാണ്, നല്ല ഇതുള്ള ക്യാമറയാണ്. ഇവിടെയാണ് ക്യാമറയുടെ ഇത് കിടക്കുന്നത് കേട്ടോ. ഇവിടെയാണ് നമുക്ക് സിം കാർഡുകളും മെമ്മറി കാർഡൊക്കെ ഇടാനുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ സിം കാർഡ് മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. ഞാൻ 250 വരെ നമുക്കിതിൽ 256 GB വരെ ഇതിൽ ഇത് ചെയ്യും, റീഡ് ചെയ്യും. അപ്പം ഇതിൽ സിം കാർഡ്, എൻ്റെ മെമ്മറി കാർഡ് ഞാൻ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിം കാർഡ് ഇടാനുള്ള ഇതാണ്. ഇത് 4G സിമ്മാണ്, ജിയോൻ്റെ സിമ്മാണ് ഞാൻ എടുത്തത്. ഉണ്ടോ, നാനോ സിമ്മ്. അപ്പം ഇത് നമ്മൾ അതിലേക്ക് തന്നെ വെക്കുകയാണ്. എങ്ങനെയാണ് ഇതിൽ സിം ഇടൽ? ഇപ്പോൾ സിം ഇട്ടതിൻ്റെ ശേഷം നമുക്കിത് പവറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അത് ഫോണിൽ ഞാൻ ആപ്പ് ഞാൻ കാണിച്ചു തരാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് പവർ കൊടുത്തിട്ട് നമുക്ക് ഇത് സ്കാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ക്യാമറയും ആപ്പുമായിട്ട് ബന്ധിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തിൻ്റെ ഏത് മൂലയിൽ ഇരുന്നിട്ടും നമുക്ക് ഇവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത് ഇതിലൂടെ വീക്ഷിക്കാൻ സാധിക്കും. നല്ല പെർഫെക്റ്റ് സൗണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമുക്ക് സംസാരിക്കാം. ഇതിൽ 2 ഭാഗത്തേക്കും സംസാരിക്കാൻ കഴിയും. നല്ല സൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഹ്യൂമൻ ഡിറ്റക്ഷൻ, കറക്റ്റായിട്ട് ആളുകളെ ട്രാക്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ പോലെ ഫോട്ടോ കറക്റ്റായിട്ട് നമ്മുടെ മൊബൈലിലേക്ക് ഇത് വരും, ഇതിൻ്റെ മെസ്സേജ് വരും. ഓരോ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, ഹ്യൂമൻ ഡിറ്റക്ഷൻ ഉണ്ട്. അത് നമുക്ക് നമുക്ക് ഓഫ് ആക്കിയിടാം. വെറും ഹ്യൂമൻ ഡിറ്റക്ഷൻ മാത്രം മതിയെങ്കിൽ അങ്ങനെ ആക്കിയിടാം. ഇങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരാൾ വരുമ്പോൾ അലാറം അടിക്കുന്ന സിസ്റ്റം കേൾക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോണ് ഒരു മനുഷ്യന് ഉള്ളിലേക്ക് കയറി വരാണ്, അപ്പം വീട്ടിലൊന്നും ആളില്ലെങ്കിൽ ഒരാൾ കയറി വരുന്ന അലാറം നമ്മുടെ ഫോണിലേക്ക് അലാറം അടിക്കും. അപ്പോൾ അലാറം വരാൻ അങ്ങനെ സിസ്റ്റം ഉണ്ട്. ഇതും അലാറം അടിക്കും. ഇപ്പോൾ രാത്രിയൊക്കെ ആണെച്ചെങ്കിൽ അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോയ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെ ഒരു അടിപൊളി ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് എങ്ങനെ നമുക്ക് പ്രവർത്തിപ്പിക്കാമെന്നുള്ളത് ഞാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ബാക്കിയെല്ലാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ പവർ കൊടുക്കേണ്ടത് ഇതിലാണ് കേട്ടോ. ഇതാണ് പവർ കൊടുക്കാനുള്ള സാധനം. ഇതിൽ പവർ കൊടുക്കുക.
അങ്ങനെ പിന്നെ ഉള്ളത് നമുക്കിത് ക്യാമറ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഉള്ളതാണ്. ഇത് നമുക്ക് കമ്പ്യൂട്ടറായിട്ടൊക്കെ ബന്ധിപ്പിക്കാനുണ്ട് ഉണ്ടെങ്കിൽ വീട്ടിൽ കുറേ വേറെ ക്യാമറകളൊക്കെ ഉണ്ട്. കമ്പ്യൂട്ടറായിട്ട് ബന്ധിപ്പിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈയിലൂടെ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. വൈഫൈൻ്റെ കേബിൾ നേരിട്ട് കൊടുത്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറായിട്ട് ബന്ധിപ്പിക്കാം. അതിലുള്ള സാധനമാണ്. അങ്ങനെ എല്ലാ സിസ്റ്റങ്ങളും ഉള്ള ഒരു നല്ല ക്യാമറ, അടിപൊളി ക്യാമറ ഉണ്ടോ. അപ്പോൾ ചെറിയ പൈസ ഉള്ളൂ. നാട്ടിൽ ഇതിന് 3800 സംതിങ് ആണ് ക്യാമറക്ക്. അടിപൊളി ക്യാമറയാണ്, സൂപ്പർ ക്യാമറയാണ്, സൂപ്പർ ക്യാമറ. ഞാൻ ചെറിയ തോതിൽ ഞാനിതൊന്ന് പവറൊക്കെ കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി. അതിന് ശേഷമാണ് ഇത് പ്രോസസ് ഞാൻ അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ ഇത് എന്താണെന്നുള്ളത് ആദ്യം പഠിക്കണ്ടേ. ഇത് ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ് ക്യാമറ. പിന്നെ 1 ഇയർ വാറണ്ടി ഉണ്ട്. അങ്ങനെ എല്ലാം ഉള്ളൊരു ക്യാമറ ആണ്, അടിപൊളി ക്യാമറ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പ്രവർത്തിക്കാൻ ആവശ്യമായ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അപ്പോൾ ഇതിൽ കാണുന്ന ഈസി ലൈവ് പ്ലസ് എന്ന ഈ ആപ്പാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡേ ഫൂട്ടേജ് കേട്ടോ. ഈ കാണുന്നത് ഇതിലെ ഹ്യൂമൻ ഡിറ്റൻഷൻ ഫൂട്ടേജ്. നല്ല അടിപൊളി ക്യാമറ ആണ്, ആവശ്യമുള്ളവരൊക്കെ വാങ്ങാം.